നമുക്ക് കളയും പുല്ലും ഒക്കെ പറിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരു ചെറിയ കർഷകനും കൂടെ വന്നിട്ടുണ്ട്. ഈ കർഷകനാണ് പുല്ല് പറിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നോക്കി ചിരിച്ചേ നോക്കണ്ട. ഹായ് സുഹൃത്തുക്കളെ, അതപ്പം നമ്മുടെ വെണ്ടച്ചെടികളൊക്കെ ഏകദേശം ഒരു 4 ഇല പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത വളം കൊടുക്കേണ്ട സമയമായി. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് വെണ്ട. ഒരു 10-20 മൂട്, ഇതിപ്പോൾ ഏകദേശം 20 മൂട് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള വെണ്ട ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ പലരും ഇതേണക്ക് കൃഷിയൊക്കെ ചെയ്ത് മനസ്സൊക്കെ മടുത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു 50% വിജയം പ്രതീക്ഷിച്ചാൽ മതി. കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇതേ കണക്ക് കഷ്ടപ്പെട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവസാന സമയമാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കീടങ്ങൾ ആക്രമിച്ച് ചെയ്ത് നഷ്ടപ്പോയിന്ന് വരും. അപ്പോഴൊക്കെ മനസ്സ് ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. എപ്പോഴും 50% നമ്മൾ വന്നിട്ട് വിജയം നോക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക 50% വിജയത്തിലാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ കടയിൽ നിന്ന് വെച്ച് കഴിച്ചാൽ പോരെയെന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ വീട്ടിലേക്ക് ചെറിയ രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം. ഇതിനകത്ത് നിങ്ങൾ ഓപ്പണായിട്ടും പറയും, ഇതിനകത്ത് വലിയ ആദായവും വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നതല്ല ചെയ്യുന്നത്. നമ്മുടെ മാനസികമായ സന്തോഷം അത് മാത്രമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം. അതാണ് ഏറ്റവും വലിയ. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. മക്കളെ നോക്കുന്ന പോലെ നമ്മൾ ഈ കൃഷിയെ നോക്കണം. നമ്മുടെ മക്കളെ എങ്ങനെ നോക്കുന്നു അതിനേക്കാൾ ഇതിനെ കൃഷി ചെയ്യുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കഷ്ടപ്പെട്ടതിനുള്ള ഫലം നൽകിക്കും. അപ്പം എല്ലാവരും വീട്ടിലൊരു ചെറിയ ഒരു മിനിമം ഒരു 2 മൂട് പച്ചമുളകും, ഒരു 5-6 മൂട് തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള ചെറിയ ചെറിയ സിമ്പിളായിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ നമ്മളെല്ലാം കൃഷി ചെയ്യണം. വെണ്ടയുടെ ഇടയ്ക്കുള്ള കളയൊക്കെ നമ്മൾ പറിച്ച് കഴിഞ്ഞു. ഇനി ഇതിനൽപ്പം വളവും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മണ്ണടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിളവ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ ചാണകമാണ്. അതോടൊപ്പം തന്നെ കോഴിവളം ഉണ്ട് അല്പം, എല്ലാം കൂടെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റാക്കി ഇട്ടിരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരല്പം വേപ്പിൻ പിണ്ണാക്ക് കൂടി ഇടുകയാണ്. വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ വളമൊക്കെ മുമ്പ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ വളമൊക്കെ ഇട്ട് വീണ്ടും മണ്ണ് നല്ലോണം അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വെണ്ട നല്ല ഗ്രോത്തായിട്ട് തന്നെ വളർന്നു വരും. പിന്നെ ഇടയ്ക്ക് വേപ്പെണ്ണ മിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക, മൊസൈക്ക് രോഗം പോലെയുള്ള രോഗങ്ങളൊന്നും വരാതിരിക്കാൻ. അപ്പോൾ ബൈ സുഹൃത്തുക്കളെ, എല്ലാവരും കൃഷി ചെയ്യാൻ ശ്രമിക്കുക.